അങ്ങയുടെ തിരുനാമത്തിൽ ഞങ്ങൾ ഈ ദേശത്തെ സമ്പൂർണമായി ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദേശത്ത് വസിക്കുന്നവർ, ഇവിടെ ബിസിനസ് ചെയ്യുന്നവർ, ഇവിടെ ജോലി ചെയ്യുന്നവർ, കർത്താവേ, ദേശത്ത് താമസിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന അവിടുന്ന് കർത്താവേ, ഇന്നേ ദിവസം ഈ ദേശവാസികളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ദുഃഖത്തിലും ഭാരത്തിലും സങ്കടത്തിലുമായിരിക്കുന്നെങ്കിൽ, ആരെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ, ആരെങ്കിലും നിരാശയിലോ കർത്താവെ വലിയ കുറ്റബോധത്തിലോ ആയിരിക്കുന്നെങ്കിൽ അവരെ ഇന്ന് ദിവസം അവിടുന്ന് നിന്റെ തിരുവചനം അയച്ച് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം അങ്ങേ അറിയുവാൻ, അങ്ങയുടെ വചനത്തിൻ്റെ സത്യം അറിയുവാൻ അവിടുന്ന് ഇടയാക്കണം. ഈ ദേശത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിക്കുന്നു. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ തന്നെ ആമേൻ. ഇന്നും മതങ്ങൾ തേടുന്നു, നൈമിഷവേഷങ്ങൾ അവിടെ അണിയ ശില്പങ്ങൾ. മനുഷ്യ നീവിടെ ഇന്നും മതങ്ങൾ തേടുന്നു, നൈമിഷവേഷങ്ങൾ അവിടെ അണിയറ ശില്പങ്ങൾ. ദൈവമാരെന്ന് അറിയൂ, ആരാധനയെന്ന് നിങ്ങൾ ലക്ഷ്യമെന്തെന്ന് അറിയാതെന്നോ പോകുന്നു. ദൈവമാരെന്ന് അറിയൂ, ആരാധനയെന്ന് നിങ്ങൾ ലക്ഷ്യമെന്തെന്ന് അറിയാതെന്നോ പോകുന്നു. മനുഷ്യ നീവിടെ ഇന്നും മതങ്ങൾ തേടുന്നു, നൈമിഷവേഷങ്ങൾ അവിടെ അണിയറ ശില്പങ്ങൾ. ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ഈ വഴിയോരത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ നിന്ന് ചില വേദവാക്യങ്ങൾ ഉരുവിട്ട് നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് ബൈബിൾ പ്രസംഗിക്കാമോ എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ചോദ്യം ഉണ്ടായേക്കാം. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ തൻ്റെ പിതാവായ മഹാപുരോഹിതനായ സഖ്യ ദൈവത്തിൻ്റെ ആലയത്തിൽ വചനം പ്രസ്താവിച്ച് മുൻപോട്ട് പോകുന്ന ആ കാലഘട്ടത്തിൽ മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് ദൈവം ഒരു മകനെ നൽകുവാനിടയായി. അവന് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ യോഹന്നാൻ എന്ന് പേരിടണം ദൈവം സെക്കരിയാവിനോട് സംസാരിച്ചു. അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട യോഹന്നാൻ സ്നാപകൻ താൻ പരസ്യമായി അതേ ലോകത്തോട്, പള്ളിക്കകത്തല്ല പുറത്ത് ജനത്തോട് വിളിച്ചു പറയാനിടയായി. ആ ദൈവത്തിൻ്റെ വചനം അന്ന് മുതൽ ഇന്ന് വരെയും യേശുക്രിസ്തു മുഖാന്തരവും അപ്പോസ്തലന്മാർ മുഖാന്തരവും വഴിയോരങ്ങളിലും വീതികളിലും തെരുക്കളിലുമെല്ലാം അത് ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വഴിയോരത്ത് വിശുദ്ധ ബൈബിളിലെ ചില വേദവാക്യങ്ങൾ നല്ലവരായ ഈ ദേശനിവാസികളുമായിട്ട് ചിന്തിക്കുവാനും പറയുവാനുമായി ഞങ്ങൾ ആഗ്രഹിച്ച് ആയിരിക്കുന്നത്. അതിനാധാരമായിട്ട് വിശുദ്ധ ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 29-ാമത്തെ വാക്യം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സാധുക്യർ എന്ന ഒരു കൂട്ടം ആളുകൾ, അവർ മരണശേഷം
പുനരുദ്ധാനമോ ന്യായവിധിയോ അങ്ങനെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന, സ്വർഗമോ നരകമോ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ വാദിക്കുന്ന ഒരു കൂട്ടരാണ് സാധുക്യർ. കർത്താവായ യേശുവുമായിട്ട് സംസാരിക്കുമ്പോൾ അത് സ്ഥാപിക്കുവാനായിട്ട് അവര് മോശയുടെ ന്യായപ്രമാണത്തിലെ തേവര വിവാഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി കർത്താവായ യേശുവിനുമായി സംസാരിപ്പാനിടയായി തീർന്നു. ഒരു പുരുഷൻ വിവാഹം കഴിച്ച് അവൻ മക്കളില്ലാതെ മരിച്ചുപോയാൽ അവന്റെ സഹോദരൻ ആ സ്ത്രീയെ വിവാഹം കഴിച്ച് അവന്റെ പേരിൽ മക്കളെ ജനിപ്പിക്കണമെന്ന തേവര വിവാഹത്തിന്റെ വ്യവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ 7 പേർ ആ കുടുംബത്തിൽ അവളെ വിവാഹം കഴിച്ചു. 7 പേരും മരിച്ചു, ആ സ്ത്രീയും മരിച്ചു. മരണശേഷം പുനർജനനത്തിൽ ഇവർ ആരായിരിക്കും ഇവളുടെ ഭർത്താവെന്ന ഒരു കുടുക്കു ചോദ്യം മോശയുടെ ന്യായപ്രമാണത്തിനെടുത്ത് യേശുവിനോട് ചോദിച്ച് യേശുവിനെ കുടുക്കുവാൻ നോക്കുമ്പോൾ ഒറ്റ വാക്കിൽ അതിനുത്തരം കൊടുത്തുകൊണ്ട് യേശു പറയുന്ന വിഷയമാണ് ഇവിടെ വായിപ്പാനിടയായത്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. ഈ കാലഘട്ടത്തിൽ വാസ്തവമായി ദൈവത്തെ അറിയായികയാൽ, വാസ്തവമായി തിരുവെഴുത്തിന്റെ ആധാരം അറിയായികയാൽ ജനം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഈ മനുഷ്യനെ, മാനവകുലത്തെ മുഴുവൻ ന്യായം വിധിക്കുന്നത് മരണാനന്തരം വിശുദ്ധ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ ബൈബിളില് അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്: ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതെ, ആ ദൈവിക ന്യായവിധിയാണ് അവിടെ കാണുന്നത്. ആ 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിന്മേൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. ആകാശവും ഭൂമിയും അവിടെ കണ്ടില്ല, അവ ഓടിപ്പോയെന്നാണ് വായിക്കുന്നത്. പിന്നെ പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾ കടന്ന ന്യായവിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ആ തീപ്പൊയ്ക, 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് വിശുദ്ധ ബൈബിളിലെ മാറ്റം വരാത്ത ദൈവത്തിന്റെ കോടതി നിയമമാണ്. കോടതിയുടെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു നിയമപുസ്തകമുണ്ട്. ആ നിയമപുസ്തകത്തിലെ നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് ശിക്ഷയുണ്ട്, നീതിപൂർവമായ ശിക്ഷ. അതാണ് കോടതി. അതെ, ഇവിടത്തെ കോടതി അങ്ങനെ ശരിയായ രീതിയിൽ നിയമപ്രകാരം ശിക്ഷിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലൊരു കോടതിയുണ്ട്. ആ സ്വർഗീയ കോടതിയെക്കുറിച്ചാണ് ഞാനിവിടെ വായിക്കുവാനിടയായത്. വിശുദ്ധ ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ ആ കോടതി വിധിയെക്കുറിച്ചാണ് കാണുന്നത്. അവിടുത്തെ നിയമം, വിശുദ്ധ ബൈബിളിൽ 2 നിയമങ്ങളാണ്: പഴയ നിയമവും പുതിയ നിയമവും. എന്നെ കേൾക്കുന്ന കേൾവിക്കാരാ, താങ്കളും ഞാനും പുതിയ നിയമത്തിന്റെ അതേ വ്യവസ്ഥയിൽ ഇപ്പോഴായിരിക്കുകയാണ്. ആ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ മറ്റൊന്നുമല്ല. ദൈവം മാനവരാശിയെ രക്ഷിക്കുവാൻ പാപനിമിത്തം പാപത്തിന് ശിക്ഷയാകുന്ന നരകവിധിക്ക് ഓഹരിക്കാരായിരിക്കുന്ന മാനവകുലം, ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ പാപിയായിട്ടാണ് ജനിക്കുന്നത്. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ജനിക്കുന്ന വ്യക്തി നിത്യനരകത്തിന് ഓഹരിക്കാരനാണ്. അങ്ങനെയുള്ള ആ വ്യക്തി
ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുമ്പോൾ, ജീവിച്ചിരിക്കുന്ന കാലത്ത് വിശുദ്ധ ബൈബിളിലെ സത്യങ്ങൾ അറിഞ്ഞ് അപ്രകാരം ദൈവത്തിന് വേണ്ടി വേർതിരിയുവാൻ ദൈവമൊരുക്കിയ ഒരു പദ്ധതിയാണ് പുതിയ നിയമത്തിന്റെ ഏക വ്യവസ്ഥയാകുന്ന യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ. വിശുദ്ധ ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത്രമാത്രം സ്നേഹിപ്പാനിടയായി, സ്വന്തം പുത്രനെ യാഗമാക്കുവാൻ, അത്രമാത്രം സ്വന്തം പുത്രനേക്കാൾ അധികമായി സ്നേഹിത എന്നെയും താങ്കളെയും ദൈവം സ്നേഹിപ്പാനിടയായി. ആ സ്നേഹം കണ്ടില്ലെന്ന് വെക്കാതെ, ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നാം വേർതിരിയുമ്പോൾ, അത് നിമിത്തം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, അത് ജീവന്റെ പുസ്തകത്തിൽ താങ്കളുടെ പേരെഴുതുവാൻ ഇടയായിത്തീരും. വിശുദ്ധ ബൈബിൾ പറയുന്നു, തിരുവെഴുത്തിനെ അറിയായികയാൽ തെറ്റിപ്പോവുകയാണ്. ആരാധന വിഷയത്തിൽ, അത് ഉപദേശ വിഷയങ്ങളിൽ വിശുദ്ധ തിരുവെഴുത്തിന് സത്യം അറിയാത്തത് കൊണ്ട് ജനം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെ ആരാധിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യനെയല്ല, മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങളെയല്ല, അത് മനുഷ്യന്റെ ഉപദേശ വിഷയങ്ങളെയല്ല, അതായത് മാനുഷികമായ കൽപ്പനകളെയല്ല അനുസരിച്ച് ആരാധിക്കേണ്ടത്. വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നു, സാക്ഷാൽ ദൈവത്തെ ആരാധിക്കണം. ആരാണ് ദൈവം? അത് ഒന്ന്, ദൈവം സർവശക്തനാണ്. ചിലതിന് ശക്തി ഉണ്ടാകുകയും ചില കാര്യങ്ങൾക്ക് ശക്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതല്ല ദൈവം. ദൈവം സർവശക്തനാണ്, ദൈവം സർവവ്യാപിയാണ്. ഇന്നിവിടെ ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഇവിടെ ദൈവമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. അതുപോലെ ഭൂമിയുടെ മറുഭാഗത്ത് ഒരാൾ ദൈവവചനം പ്രസംഗിക്കുന്നുവെങ്കിൽ അവിടെയും ദൈവമുണ്ട്. ഒരേ സമയത്ത് ഒരേപോലെ പല സ്ഥലങ്ങളിൽ ഒരുമിച്ചിരിക്കുവാൻ കഴിയുന്ന ആ ദൈവത്തിന്റെ സർവ്വ സാന്നിധ്യം, സർവ്വവ്യാപിയായ ദൈവം. മാത്രമല്ല, ദൈവം ആരുടെയും സൃഷ്ടിയല്ല, ആരാലും നിർമ്മിക്കപ്പെട്ടവനല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവം അത് ഉണ്ടായിരുന്നു എന്നാണ്. ദൈവത്തിന്റെ ആരംഭം ആർക്കും പറയാൻ കഴിയില്ല. ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത, അൽഫയും ഒമേഗയുമായ സർവശക്തനായ ദൈവം, സ്വയം ഭൂവായവനായ ദൈവം, മാത്രമല്ല സർവജ്ഞാനിയായ ദൈവം. ദൈവത്തിന് അത് ഒരു കാര്യത്തിൽ അറിവും ഒരു കാര്യത്തിൽ അറിവില്ലായ്മയും അങ്ങനെയില്ല. അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. ഈ 4 ഗുണങ്ങൾ ആർക്കുണ്ടോ അതാണ് ദൈവം. അപ്പൊ ആരാധനയിൽ യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തിൽ തിരുവെടുത്ത് അറിയുന്നില്ല എങ്കിൽ ജനം തെറ്റിപ്പോകുന്നു. മാത്രമല്ല, മനുഷ്യനിർമ്മിതമായ മനുഷ്യന്റെ കൈവേലകളെ മനുഷ്യൻ ആരാധിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അത് നിമിത്തം ഭയങ്കരമായ ശിക്ഷയാണുള്ളത്, ഭയങ്കരമായ ന്യായവിധിയാണുള്ളത്. വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. വിശുദ്ധ ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയത്രേ. അത് 2ാമത്തെ മരണം. ഭീരുക്കൾ സത്യമറിഞ്ഞിട്ടും സത്യദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടും സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കഴിയാതെ വണ്ണം അത് ഭീരുക്കളായി മതത്തെയോ മനുഷ്യനെയോ സംഘടനയെയോ സമുദായത്തെയോ അത് ഭയപ്പെട്ട് ജീവിക്കുന്ന ഭീരുക്കൾ ദൈവത്തിന്റെ ന്യായവിധിയിൽ അവർ പെടുവാനിടയാകും. 2ാമത്തെ കൂട്ടർ അറക്കപ്പെട്ടവർ, അത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തൻ്റെ ഇടമില്ലാതെ ദൈവിക വിഷയങ്ങളിൽ അറക്കപ്പെട്ടത് അറപ്പോടെ മുൻപോട്ട് പോകുന്ന നിലവാരം, അത് ദൈവത്തിന്റെ ന്യായവിധിയുണ്ട്.
അടുത്തതായി തിരുവെഴുത്ത് പറയുന്ന ദുർനടപ്പുകാർ. ദുർനടപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ആയിരിക്കുന്നത്. ഇന്നത്തെ സോഷ്യൽ മീഡിയ, മൊബൈൽ ഉപയോഗം, ഇത് മുഖാന്തരം അതെ വളരെ വഷളത്വങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ ഇട്ടിട്ട് അമ്മമാർ ഓടിപ്പോകുന്നു. ഭാര്യയെയും മക്കളെയും ഇട്ടിട്ട് അപ്പന്മാർ വഴിതെറ്റിപ്പോകുന്നു. അങ്ങനെ ശരിയായ നിലവാരത്തിൽ യഥാർത്ഥമായ വ്യവസ്ഥ പ്രകാരം അത് ജീവിക്കാതെ കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകാതെ ദുർനടപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, അത് ദുർനടപ്പുകാർ, മാത്രമല്ല കുലപാതകന്മാർ, അവരെല്ലാവരെയും ദൈവത്തിന്റെ ന്യായവിധിയുണ്ട് വിശുദ്ധ ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, അത് ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പുകയത്രേ. ബിംബാരാധികൾ എന്ന് പറയുമ്പോൾ പറയാതിരിക്കുവാൻ വയ്യ. അതെ, മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ചായം പൂശി സൗന്ദര്യം വരുത്തി അവയെ അത് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ വഴിയരികിലോ അതേ കൊണ്ടുപോയി വെച്ച് ആ വ്യഞ്ചരിക്കുകയോ അല്ലെങ്കിൽ പൂജ ചെയ്യുകയോ ചെയ്തിട്ട് അതിനെ അത് ദൈവങ്ങളായി സങ്കല്പിച്ച് മനുഷ്യൻ്റെതായ നിലവാരങ്ങളിൽ ആരാധിക്കുമ്പോൾ അത് സ്നേഹിത ദൈവത്തിന്റെ ന്യായവിധിക്ക് കാരണമായി തീരുമെന്ന് വിശുദ്ധ ബൈബിൾ ശക്തമായി പറയുകയാണ്. അതിന് ഞാനൊരു ഉദാഹരണം പറയുന്നത് ഇങ്ങനെയാണ്. അതെ, ഞാൻ ഈ വഴിയെ പോകുമ്പോൾ ഒരു വീട് നിന്ന് കത്തുകയാണെന്നിരിക്കട്ടെ, കത്തിക്കൊണ്ടിരിക്കുന്ന വീട്. ആ വീട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളമൊഴിച്ചാണ് കടത്തേണ്ടത്. എന്നാൽ ആ സമയത്ത് ഒരു ടാങ്കർ ലോറി വരുന്നു. ആ ടാങ്കർ ലോറിക്കകത്ത് വെള്ളമാണെന്ന് കരുതി അത് പെട്രോളോ ഡീസലോ ആണെന്നിരിക്കട്ടെ, അതൊഴിച്ച് കെടുത്താൻ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അത് ആളിക്കത്തും, ഇല്ലാതെയായി തീരും. അതുപോലെ അതേ ദൈവമെന്ന് കരുതി മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ ഭയങ്കരമായ ശിക്ഷയുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ ശക്തമായി പറയുന്നു. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ശൂദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയത്രേ. അത് രണ്ടാമത്തെ മരണം. എന്നാൽ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്ന ജനം അത് യഥാർത്ഥമായി യേശുവിനെ അറിഞ്ഞ് യേശുവിലേക്ക് കടന്നു വന്നാൽ അതേ പാപങ്ങളെ ക്ഷമിച്ച് പാപക്ഷമ നൽകി സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി അതേ സ്വന്തം മകനായും സ്വന്തം മകളായും സ്വീകരിക്കുവാൻ ദൈവം എന്നും കാത്തിരിക്കുകയാണ്. ധൂർത്തപുത്രന്റെ ഉപമ വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട്. അതേ എല്ലാ സമ്പത്തും അപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അവകാശങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവൻ വീട് വിട്ടുപോയി. തോന്നിയവാസം പോലെ ജീവിച്ച് സകലതും വിറ്റഴിച്ചു. അവന്റെ കൂടെ കൂടാനും സന്തോഷിക്കാനും അവനെ പറ്റി പുകഴ്ത്തി പറയുവാനൊക്കെ ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും വിട്ടുപോയി. പണമെല്ലാം തീർന്നു, വരുമാനമില്ലാതെയായി, ഒട്ടി ഉണങ്ങിയ വയറുമായി. അതെ, പന്നിയുടെ വാള വരെയെങ്കിലും തിന്ന് ജീവിക്കാമെന്ന് അവൻ വിചാരിച്ചു. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട അവന്റെ ജീവിതത്തിൽ ഒന്നും ലഭിക്കാതെ ആയപ്പോൾ അവൻ അവന്റെ അപ്പനെ ഓർത്തു, അപ്പന്റെ വീടോർത്തു, അപ്പന്റെ അതേ വേലക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നത് ഓർത്തു. അപ്പന് ലെറ്റർ എഴുതി. അപ്പന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അത് എല്ലാം നശിപ്പിച്ചിട്ടും അത് എല്ലാം ഇല്ലാതെയാക്കിയിട്ടും തിരിച്ചു വരുന്ന മകനെ കണ്ടപ്പോൾ അപ്പൻ ഒരു വാക്കുപോലും പറയാതെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിപ്പാനിടയായി. സ്നേഹിത, നീ എത്ര വലിയ പാപിയായിരുന്നാലും, എത്ര വലിയ ദോഷിയായിരുന്നാലും, സമൂഹത്തിൽ കൊള്ളാത്തവനായിരുന്നാലും, ആർക്കും നിന്നെ വേണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം വഴിയോർത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയട്ടെ, യേശു താങ്കളെ സ്നേഹിക്കുന്നു. യേശുവിന് താങ്കളെ ആവശ്യമുണ്ട്. ഇപ്പോഴായിരിക്കുന്ന സ്ഥിതിക്ക് മാറ്റം വരുത്തി താങ്കളെ മാനിക്കുവാൻ യേശു മതിയായവനാണ്. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ആർക്കും വേണ്ടാത്ത, ആർക്കും കൊള്ളാതിരുന്ന, ജീവിതത്തിൽ സമാധാനമില്ലാതിരുന്ന, സ്വസ്ഥതയില്ലായിരുന്ന ഒരു ഭൂതകാലം ഞങ്ങൾക്കുണ്ട്. അതെ, എൻ്റെ വീട് ഫോർട്ട് കൊച്ചിക്കടുത്ത് കണ്ടക്കടം എന്ന സ്ഥലമാണ്. എൻ്റെ അപ്പൻ
തികഞ്ഞ മദ്യപാനിയായിരുന്നു. മാരകായുധങ്ങളൊക്കെ ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. വടിവാള് മുതലായ ആയുധങ്ങളൊക്കെ ആയിരുന്നു. അത് പല പ്രാവശ്യവും പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. കണ്ണമാലി പോലീസ് സ്റ്റേഷനിൽ എൻ്റെ അപ്പൻ്റെ ഫോട്ടോ പതിപ്പിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത്ര വലിയ ക്രിമിനലായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുമ്പോട്ട് പോയി. ഞങ്ങൾ ഈ ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ കണ്ടക്കടവ് പള്ളിയിലെ സെമിത്തേരിയിൽ ഉണ്ടാകുമായിരുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും സെൻട്രൽ ജയിലിൽ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയായിരുന്നു ജീവിതം. ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച യേശു, ഞങ്ങളെ വിടുവിച്ച യേശു, ഞങ്ങളെ സ്നേഹിച്ച യേശു, സഹോദര സഹോദരി, താങ്കളെ സ്നേഹിക്കുന്നു. ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയും ഈ സുവിശേഷ സന്ദേശം ശ്രവിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയിലൂടെ വേദനയിലൂടെ കഴിഞ്ഞു പോകുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളെ മാറ്റുവാൻ, ജീവിതത്തിൽ സമാധാനം നൽകുവാൻ, സ്വസ്ഥത നൽകുവാൻ കഴിയുന്ന കരുത്തുറ്റ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. മറ്റൊരുതൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിങ്കൽ മനുഷ്യരുടെ നൽകപ്പെട്ടിരിക്കുന്ന ഏക വഴി, ഏക മാർഗം യേശു മാത്രമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശു പറഞ്ഞു, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല നിത്യമായ സമാധാനം. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക. യേശുവിലൂടെ ഒരു നിത്യ രക്ഷയുണ്ട്, പാപമോചനമുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ